Dear students, BA Sociology 5th സെമസ്റ്ററിലെ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഗവേഷണ രീതികളും സ്റ്റാറ്റിസ്റ്റിക്സും എന്നതിൻ്റെ 18ാമത്തെ വീഡിയോ. ഈ റഫറൻസസ് MPhil PhD തുടങ്ങിയ ഗവേഷണ പ്രബന്ധങ്ങളിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് ഈ മൊഡ്യൂളിൽ പറഞ്ഞത്. അതിൽ ദ പ്രിലിമിനറീസ് എന്നതാണ് ആദ്യത്തെ. നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. 6 ഭാഗങ്ങളുണ്ട് പ്രിലിമിനറിയിൽ. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ടൈറ്റിൽ പേജ്, സെക്കൻഡ് പ്രിഫേസ് ആൻഡ് ആക്നോളജ്മെൻറ്റ്സ്, തേർഡ് ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ്, ഫോർത്ത് ലിസ്റ്റ് ഓഫ് ടേബിൾസ്, ഫിഫ്ത്ത് ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് ആൻഡ് ഇല്ലസ്ട്രേഷൻസ്, സിക്സ്ത് ലിസ്റ്റ് ഓഫ് അബ്രിവിയേഷൻസ്. ബി ദി മെയിൻ ബോഡി. അതിൽ വരുന്ന 6 കാര്യങ്ങൾ. ഒന്ന് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, തേർഡ് ഡിസൈൻ ഓഫ് ദി സ്റ്റഡി ഓർ മെത്തഡോളജി, ഫോർത്ത് വൺ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ, 5 മെയിൻ ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷൻസ്, 6 സമ്മറി. പിന്നെ സി എന്ന് പറയുന്നത് എന്താണ്? ഗ്ലോസറി, ലഘു നിഘണ്ടു. പിന്നെ ഡി ബിബ്ലിയോഗ്രഫി, ഗ്രന്ഥസൂചി. അടുത്ത ഇ റഫറൻസസ് പരാമർശങ്ങൾ. അതാണ് റഫറൻസസ് എന്ന് പറയുന്നത്. ഓരോ പഠന റിപ്പോർട്ടിനോടൊപ്പവും റഫറൻസ് ഗ്രന്ഥങ്ങളുടെ ഒരു പട്ടിക പ്രസിദ്ധീകരിക്കാറുണ്ട്. ഓരോ പഠന റിപ്പോർട്ടിനോടൊപ്പവും റഫറൻസ് ഗ്രന്ഥങ്ങളുടെ ഒരു പട്ടിക പ്രസിദ്ധീകരിക്കാറുണ്ട്. പഠന വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾ ലഭ്യമാക്കുന്ന ഗ്രന്ഥങ്ങളുടെ ഒരു നാമാവലിയാണിത്. ഗവേഷകൻ്റെ അഭിപ്രായത്തിൽ പ്രാധാന്യമുള്ളവ എന്ന് അനുമാനിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഓരോ പഠന റിപ്പോർട്ടിനോടൊപ്പവും റഫറൻസ് ഗ്രന്ഥങ്ങളുടെ ഒരു പട്ടിക കൂടി പ്രസിദ്ധീകരിക്കാം. പഠന വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകൾ ലഭ്യമാക്കുന്ന ഗ്രന്ഥങ്ങളുടെ പേരുകളായിരിക്കും അതിൽ ഗവേഷകൻ്റെ അഭിപ്രായത്തിൽ പ്രാധാന്യമുള്ളവ എന്ന് അനുമാനിക്കുന്ന അല്ലെങ്കിൽ ഗവേഷകൻ വിശ്വസിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഈ ഗ്രന്ഥസൂചിയിൽ അല്ലെങ്കിൽ ഈ റഫറൻസിൽ ഉൾപ്പെടുന്നത്. അപ്പൻഡിസസ്, അനുബന്ധങ്ങൾ. ഗവേഷണ പ്രബന്ധത്തിൽ ഉൾപ്പെടുത്താത്തതും എന്നാൽ വായനക്കാർക്ക് ഉപകാരപ്രദവുമായ ഏത് വിവരവും അനുബന്ധം അഥവാ അപ്പൻഡിക്സ് എന്ന രൂപത്തിൽ റിപ്പോർട്ടിൻ്റെ അവസാന ഭാഗത്ത് നൽകാവുന്നതാണ്. സാധാരണഗതിയിൽ വിവരശേഖരണത്തിനുപയോഗിച്ച ചോദ്യപ്പട്ടിക, അതായത് ക്വസ്റ്റ്യനെയർ, അഭിമുഖ സംഭാഷണ വേളകളിൽ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി ഉപയോഗിച്ച ചോദ്യപ്പട്ടിക, ദാറ്റ് ഈസ് ഷെഡ്യൂൾ, വിവര വിശകലനത്തിനായി ഉപയോഗപ്പെടുത്തിയ സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികളും സൂത്രവാക്യങ്ങളും, റിപ്പോർട്ടിൻ്റെ ഭാഗമായി വരാത്ത ചിത്രങ്ങളും ചാർട്ടുകളും എന്നിവയാണ് അനുബന്ധത്തിൽ ഉൾപ്പെടുന്നത്. ക്രമനമ്പർ അനുസരിച്ച് അപ്പൻഡിക്സ് 1, അപ്പൻഡിക്സ് 2, അപ്പൻഡിക്സ് 3 എന്നീ ക്രമത്തിൽ അനുബന്ധങ്ങൾ ചേർക്കുന്നു. ഗവേഷണ റിപ്പോർട്ട് വായിക്കുന്നവർക്കുള്ള സഹായി എന്ന നിലയിലും മറ്റ് ഗവേഷകർക്ക് സ്വീകരിക്കാവുന്ന മാതൃകകൾ എന്ന നിലയിലുമാണ് അനുബന്ധത്തിൽ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ ഗവേഷണ പ്രബന്ധത്തിൽ ഉൾപ്പെടുത്താത്തത് എന്നാൽ വായനക്കാർക്ക് ഉപകാരപ്രദവുമായ ഏത് വിവരവും അപ്പൻഡിക്സ് എന്ന രൂപത്തിൽ റിപ്പോർട്ടിൻ്റെ അവസാന ഭാഗത്ത് നൽകാം. സാധാരണ രീതിയിൽ വിവരശേഖരണത്തിന് ഉപയോഗിച്ച ചോദ്യപട്ടിക, അതുപോലെ അഭിമുഖ സംഭാഷണ വേളകളിൽ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഷെഡ്യൂൾ, ആ ചോദ്യപട്ടിക ഷെഡ്യൂൾ എന്ന് പറയും. ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുക, അതിൽ അപ്പോൾ തന്നെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ചോദ്യാവലിയാണ്. അതുപോലെ വിവര വിശകലനത്തിനായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ, സൂത്രവാക്യങ്ങൾ, അതുപോലെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വരാത്ത ചിത്രങ്ങൾ, ചാർട്ടുകൾ, ഇതൊക്കെ അനുബന്ധത്തിൽ ഉൾപ്പെടുത്താം. ക്രമനമ്പർ അനുസരിച്ച് അപ്പൻഡിക്സ് 1, അപ്പൻഡിക്സ് 2, അപ്പൻഡിക്സ് 3 എന്നീ ക്രമത്തിൽ അനുബന്ധങ്ങൾ ചേർക്കാം. ഗവേഷണ റിപ്പോർട്ട് വായിക്കുന്നവർക്കുള്ള ഒരു സഹായി എന്ന നിലയിലും മറ്റ് ഗവേഷകർക്ക് സ്വീകരിക്കാവുന്ന മാതൃകകൾ എന്ന നിലയിലുമാണ് അനുബന്ധത്തിൽ വിവരങ്ങൾ
ഉൾപ്പെടുത്തുന്നത്. ഈ അവസാനത്തെ ഭാഗമാണ് ജി, ഇൻഡെക്സ്. ഗവേഷണ റിപ്പോർട്ടിൻ്റെ അവസാന ഭാഗമാണ് ഇൻഡെക്സ്. ഗവേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന പദങ്ങളുടെ അക്ഷരമാലാക്രമത്തിലുള്ള സൂചിക റിപ്പോർട്ടിൻ്റെ അവസാന ഭാഗത്ത് ചേർക്കാവുന്നതാണ്. പ്രധാന പദങ്ങളും അവ പ്രത്യക്ഷപ്പെടുന്ന പേജുകളും ഈ സൂചികയിൽ ഉൾപ്പെടുന്നതിനാൽ അത്തരം പദങ്ങൾ മുൻനിർത്തിയുള്ള തെരച്ചിലുകൾ നടത്തുവാനും വളരെ വേഗത്തിൽ പ്രസ്തുത പുറങ്ങളിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കും. ഗവേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന പദങ്ങളുടെ അക്ഷരമാലാക്രമത്തിലുള്ള സൂചിക റിപ്പോർട്ടിൻ്റെ അവസാന ഭാഗത്ത് ചേർക്കാവുന്നതാണ്. പ്രധാന പദങ്ങളും അവ പ്രത്യക്ഷപ്പെടുന്ന പേജുകളും ഈ സൂചികയിൽ ഉൾപ്പെടുന്നതിനാൽ അത്തരം പദങ്ങൾ മുൻനിർത്തിയുള്ള തെരച്ചിലുകൾ നടത്തുവാനും വളരെ വേഗത്തിൽ പ്രസ്തുത പേജിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കും. കാരണം അതിൽ പേജ് നമ്പർ ഉണ്ടായിരിക്കും. നമുക്ക് ആവശ്യമായ ഒരു പദം നോക്കുക, ആ പദത്തിൻ്റെ പേജ് നമ്പർ ആ പദം ഏത് പേജിലാണ് വരുന്നതെന്ന് ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പേജ് നമ്പർ കിട്ടുമ്പോൾ നമുക്ക് വേഗത്തിൽ ആ പേജിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഗവേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പോൾ ഏതെല്ലാം ഭാഗങ്ങളാണ് വരുന്നത്? എ, ദ പ്രിലിമിനറീസ്. ബി, ദ മെയിൻ ബോഡി. സി, ഗ്ലോസറി. ഡി, ബിബ്ലിയോഗ്രഫി. ഇ, റെഫറൻസസ്. എഫ്, അപ്പൻഡിസസ്. ജി, ഇൻഡെക്സ്. ഇത്രയും കാര്യങ്ങൾ ഏതൊക്കെയാണ്? എ, പ്രിലിമിനറീസ്. ബി, ദി മെയിൻ ബോഡി. സി, ഗ്ലോസറി. ഡി, ബിബ്ലിയോഗ്രഫി. ഇ, റെഫറൻസസ്. എഫ്, അപ്പൻഡിസസ്. ജി, ഇൻഡെക്സ്. ഇതിൽ എയിലും ബിയിലും 6 കാര്യങ്ങൾ ഉൾപ്പെടുത്താനുണ്ട്. ദ പ്രിലിമിനറീസ് എന്ന് പറയുന്ന ദ പ്രിലിമിനറീസ് ആ ഭാഗത്ത് ഉൾപ്പെടുത്തേണ്ടത് 1. ടൈറ്റിൽ പേജ്. 2. പ്രിഫേസ് ആൻഡ് ആക്നോളജ്മെൻറ്റ്സ്. 3. ടേബിൾ ഓഫ് കണ്ടൻസ്. 4. ലിസ്റ്റ് ഓഫ് ടേബിൾസ്. 5. ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് ആൻഡ് ഇല്ലസ്ട്രേഷൻസ്. 6. ലിസ്റ്റ് ഓഫ് അബ്രിവിയേഷൻസ്. ദി മെയിൻ ബോഡി എന്ന് പറയുന്ന ബി പാർട്ടിൽ ഉൾപ്പെടുത്തേണ്ടത് ഫസ്റ്റ് 1 ഇൻട്രൊഡക്ഷൻ. 2nd റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. 3rd ഡിസൈൻ ഓഫ് ദി സ്റ്റഡി ഓർ മെത്തഡോളജി. 4th analysis and interpretation of data. 5th main findings and conclusion. 6th summary. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഗവേഷണ റിപ്പോർട്ടിൽ പ്രധാനമായും ഉൾപ്പെടുത്തേണ്ട ഭാഗങ്ങൾ.